ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസി ഉബൈദ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ മസാലയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയും ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കനുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ ചിക്കൻ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലൊരു ഫുൾ ചിക്കനാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വാങ്ങുമ്പോൾ കട്ട് ചെയ്യാതെ ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ട്. എല്ലാം ഒഴിവാക്കിയിട്ട് ഇതുപോലെ നമ്മൾക്ക് കിട്ടിയിട്ട് ഇതുപോലെ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് വര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ വേണം. അത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, ഒരു പച്ചമുളക്, ഒരു സവാളൻ്റെ പകുതി ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിടുക. പിന്നെ ഒരു തക്കാളി കൂടി നമ്മൾ അതിലേക്ക് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇതാരെങ്കിലും ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയണം കേട്ടോ. ഇതാ ഒരു കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മസാലകളൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കുട്ടൻ ഇതാ ഇവിടെ ഇങ്ങനെ കിടക്കണ്. അപ്പോൾ ചിക്കൻ കുട്ടൻ്റെ മീതേക്ക് നമ്മൾക്കിത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇനി കുറച്ച് മസാലകളൊക്കെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഇത് നല്ല ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. ബ്ലഡും ഒക്കെ ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഇതിനായി 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. 1.5 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇതാ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തെടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളെ ചിക്കൻ കുട്ടൻ്റെ എല്ലാ ഭാഗത്തും ഇതൊന്ന് നമ്മൾക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇത് നമ്മൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വൈകുന്നേരമൊക്കെ മസാല തേച്ച് രാത്രി ഫുള്ളായിട്ട് നമുക്ക് ഓവർനൈറ്റ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കും. എന്നിട്ട് നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴൊക്കെ നമ്മൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തും നല്ല പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ മസാല തേച്ചിട്ട് വെച്ചിട്ടാണെങ്കിൽ നമ്മൾക്ക് നല്ല എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ അങ്ങനെ ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട്. ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഇതിലേക്ക് പൊറോട്ട, കുബൂസ്, ഞാനിതിലേക്ക് ഗീ റൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് മറിച്ച് ഇട്ടെടുത്തിട്ട് അതുപോലെ ഇതിൻ്റെ നമ്മൾ വേസ്റ്റൊക്കെ കളഞ്ഞ ഒരു ഉൾഭാഗം ഉണ്ടല്ലോ, ആ ഉൾഭാഗത്തൊക്കെ നമ്മൾക്ക് മസാല നല്ല പോലെ തേച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ മസാല എല്ലായിടത്തും നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചിക്കൻ കുട്ടൻ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ 2 കാലും കൂടി ഒരു കഷ്ണം നൂലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കണേ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞ് വേറിട്ട് പോവാതെ ഇരിക്കാനാണ് നമ്മൾ ഇതുപോലെ കെട്ടി കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് നൂലെടുത്തിട്ട് നല്ലപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല ഗ്രേവിയോട് കൂടിയുള്ളൊരു അടിപൊളി ചിക്കനാണിത്. ചിക്കൻ തന്തൂരി. ഇത് ഓവണൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കാം. ഓവൺ ഉണ്ടെങ്കിൽ ഓവണിലും വെച്ചിട്ട് ഉണ്ടാക്കാം. ഓവൺ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനുള്ളൊരിതാണിത്. അപ്പോൾ എളുപ്പം കഴിയും ചെയ്യും, സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്കൊന്ന് ലൈക്കും കൂടി തരണം കേട്ടോ. ഇപ്പം ഇനി ഞാനിത് ഫ്രിഡ്ജിലൊന്നൊരു അരമണിക്കൂർ വെക്കുക, ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതെടുക്കുന്നത്. ഒരു ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ വെക്കണം. ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു പച്ചമുളക് ചെറിയ കഷ്ണമാക്കി ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ടുകൊടുത്തിട്ട് നമ്മളെ ചിക്കൻ കുട്ടൻ അപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കുക്കറിലാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് കുക്കറിലേക്ക് നമ്മൾക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ചിക്കൻ വാങ്ങുമ്പോൾ ഇത് കുറച്ച് വലിയ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ വാങ്ങുമ്പോൾ ഒരു ചെറിയ ചിക്കൻ നോക്കി വാങ്ങിയാൽ മതി.
വലിയ ചിക്കനാകുമ്പോൾ നമുക്കിതിങ്ങനെ ഇതൊന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാലൊന്ന് മറിച്ചിട്ട് കൊടുക്കും വേണം. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള മസാലകളൊക്കെ ഉണ്ടല്ലോ, ആ മസാലകളൊക്കെ നമ്മൾ ഇതിലേക്ക് തന്നെ ആക്കി കൊടുക്കണം. ആ ചിക്കൻ്റെ മീതെ അങ്ങനെ നമ്മൾക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് കുക്കറൊന്ന് നമ്മൾക്ക് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലാക്കരുത്, മസാലകളൊക്കെ കരിഞ്ഞു പോകും. 20 മിനിറ്റ് മതി. അത് എയർ വിസിൽ വന്നാലും ഇല്ലെങ്കിലും 20 മിനിറ്റ് മതി, ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ 20 മിനിറ്റ് ആയിട്ട് ഞാനവിടെ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ചതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ഇട്ടെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ടൊക്കെ മസാല തേച്ച് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ട കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മൾ സവാള നല്ല പോലെ വഴന്നതിന് ശേഷം ഒരു തക്കാളി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നല്ല പോലെ വേവണം. നമ്മൾക്ക് അടച്ച് വെച്ചിട്ടൊന്ന് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എയറെല്ലാം പോയതിന് ശേഷം നമ്മൾക്ക് ചിക്കൻ എടുക്കാം. ഇപ്പോൾ അതാ തക്കാളി നല്ല പോലെ വെന്തിട്ടുണ്ട്. നല്ല ഇതുപോലെ ഉടച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നല്ല ഗ്രേവിയോട് കൂടിയുള്ള നല്ലൊരു ചിക്കനാണ്. ചിക്കൻ തന്തൂരി ഫുൾ ചിക്കൻ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് മസാലകൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് കുരുമുളക് പൊടി. എന്നിട്ട് നമ്മൾക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിലാക്കണം. മസാലപ്പൊടി ഒന്നും കരിഞ്ഞ് പോവാതെ നോക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് മസാലപ്പൊടി നമ്മൾ ഒരിക്കലും മസാലപ്പൊടികൾ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലാക്കരുത്. അപ്പോൾ ഇത് ഇനി നമ്മൾക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇത് നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് നല്ല ഒന്ന് മിക്സാക്കി വെക്കുക. ഇനിയാണ് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, കുക്കറിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ ചിക്കന് ഇതിലിട്ടിട്ട് 2 ഭാഗവും നമ്മൾക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഓയിലിൻ്റെ വീണ്ടും ഇനി ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നമ്മൾക്ക് കുക്കറിൽ ഇതിലാദ്യം നമ്മൾ ഓയിൽ ഒഴിച്ചതാണല്ലോ ഇത് വഴറ്റുമ്പോൾ. അപ്പോൾ അതിലുള്ള ബാക്കി മസാലകളൊക്കെ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഇതിൽ മസാലയും ഓയിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു മസാല കൂടി നമ്മൾക്ക് ഇതിൽ ഒഴിച്ചിട്ട് നമ്മളെ ഈ ചിക്കനെ നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ അത് നമ്മളെ കാല് കെട്ടിയിട്ടതുകൊണ്ട് അതങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ലായിരുന്നു. ഈ മസാലയൊക്കെ നമ്മൾക്ക് ഈ ചിക്കൻ്റെ മീതെ ഇതുപോലെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നമ്മളെ സവാളൊക്കെ വഴറ്റില്ലേ ആ ഒരു മസാല. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ ഇതാ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുക്കറിലുള്ള മസാല കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ പെട്ടിട്ടില്ല തോന്നുന്നു വീഡിയോയിൽ. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ അത് ഇതിൽ കാണാനില്ല. എങ്ങനെ ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കുക്കർ ചിക്കൻ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയോട് കൂടിയുള്ളൊരു ചിക്കനാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മൾക്ക് ഓവണൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ നമ്മളെ തന്തൂരി ചിക്കൻ നമ്മൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ്. ഇതുപോലെ നല്ലൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്